ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ എത്രത്തോളം ശരിയാവുണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിലുള്ളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പ് എല്ലാവരും ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചാനൽ കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ആദ്യം കഞ്ഞിക്ക് വെള്ളം വെച്ച് അരിയിടും. അപ്പോൾ നമ്മൾ കഞ്ഞിക്ക് വെള്ളം വയ്ക്കാം കേട്ടോ. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് ചെറിയ ഇലത്തിലാട്ടോ വയ്ക്കണുള്ളൂ. ചോറ് കുറച്ച് ഇരിക്കണ്ട്. എനിക്ക വണ്ടി പോവും, പിന്നെ ഞാനും കൊച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചു. പുട്ടും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ മുട്ടക്കറിക്കുള്ള സാധനങ്ങൾ നന്നാക്കി എടുക്കാം കേട്ടോ. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുള്ള കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുള്ള. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി കഴുകി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ആക്കി അടുപ്പത്തേക്ക് വെച്ചിട്ട് കാണട്ടോ. അപ്പോൾ മുട്ടക്കറിയുടെ ഉള്ളി സാധനങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. കുക്കറിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. ഇതിന് 4 വിസിലടിക്കണം. നല്ലോണം കേട്ടോ സവാളയ്ക്കും വേവുള്ളൂ. അപ്പോഴത്തേക്കും അവൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും തോരനാണ് ഉണ്ടാക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. സവാള ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാങ്ങിയ മുട്ട 2 അടുപ്പത്ത് വെച്ചുകൊണ്ട് കേട്ടോ മുട്ടക്കറിക്കുള്ള. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എടുത്തുകൊണ്ട് വരാം കേട്ടോ. കഴുകി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തുകൊണ്ട് വെക്കാം. നമുക്കിത് എടുത്താം. ഇപ്പോൾ മുട്ട ഇവിടെ വെന്ത് വന്നപ്പോൾ ഓഫാക്കിയുണ്ട് കേട്ടോ. ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് കഴിച്ചെടുക്കാം. വെള്ളമൊന്ന് വലിയിട്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളം വലിയുമ്പോഴത്തേക്കും ഇവിടെ മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി കേട്ടോ. അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം വലിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമോ? വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. അത് വേവട്ടെ. അപ്പോൾ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അത് ഓഫാക്കി കൊടുക്കാം.
കുടിക്കാൻ ചൂടുവെള്ളം ഇരിക്കുന്നുണ്ട്. വെച്ച് പോയി കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കിയാൽ മതി. ഇത് ഓഫായി കൊടുക്കഴിഞ്ഞ് നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടീനുള്ളത് വെച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തു. ഇക്ക പോയിട്ടോ. ഇക്കാക്ക് 5:30 ആകുമ്പോൾ പോകണം. ഇക്കത് ഇപ്പോൾ പോയേ ഉള്ളൂ. ഞങ്ങൾക്ക് പുട്ട് വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോരനൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പിന്നെ മുട്ടയും വറുത്ത് പിന്നെ മീനച്ചാറും കൊടുത്തുവിടാൻ ഓർത്താണ് കേട്ടോ. അല്ലെങ്കിൽ മീൻ വറുക്കണം. അവൻ എണീക്കുമ്പോൾ ചോദിക്കണം മുട്ട വറുത്തതാണോ മീൻ വറുത്താണോ വേണ്ടതെന്ന് ചോദിക്കണം. അവൻ എന്നാ പറയണതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ തോരനിവിടെ കിടന്നായിക്കോളും. പുട്ട് ആവി കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ തേക്കാനുള്ളത് തേച്ചെടുക്കാം. അവൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തേച്ചെടുക്കാം. അപ്പോൾ അത് അവൻ്റെ യൂണിഫോമൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ എന്തായാലും നോക്കാം. പുട്ടിന് ആവി വന്നു കേട്ടോ. ആദ്യം നമുക്ക് പുട്ടിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത പുട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മാറ്റി വെച്ചിട്ട് നമുക്ക് തോരൻ ഇറക്കി കൊടുക്കാം. അപ്പോൾ വെച്ച് തേങ്ങ ഉണ്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചെറുകിയത് ചിരിക്കണ്ടായിരുന്നു പുട്ടിൻ്റെ ബാലൻസ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചെണ്ടാൻ മടിയായിരുന്നു കേട്ടോ, അതാണ് ഉള്ളത് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കൂടിയും കഴിഞ്ഞാൽ കറിവേപ്പിലയോട് ഇട്ട് കൊടുത്താൽ നമുക്ക് തോരൻ വാങ്ങാം. അപ്പോൾ ആ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഓഫാക്കാം കേട്ടോ. ഇപ്പോൾ അതാ തോരൻ ഓഫാക്കി കൊടുത്തു. അടുത്ത പുട്ടായിട്ടുണ്ട് കേട്ടോ. ആവിയൊന്ന് ഉണങ്ങി പുട്ടും ഇട്ട് കൊടുക്കാം. അതാ പുട്ടുമായിട്ടുണ്ട്, തോരനുമായിട്ടുണ്ട്. പുട്ട്, മുട്ടക്കറി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാ തുണികൾ അലക്കണം. സമയം 6 മണി ആവാറായിട്ടോ. നേരം വെളുത്തൊന്ന് തുടങ്ങി. തുണികൾ അലക്കണം. പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് തുണി അലക്കാൻ പോകാം. മെഷീനിൽ ഇടലുള്ള കേട്ടോ. കുറച്ച് തുണിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കല്ലേൽ അലക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് അലക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ പാത്രം വെച്ച് കൊടുത്ത് ഈ തുണി അലക്കി വിരിച്ച് കിട്ടുക കേട്ടോ. എന്നിട്ട് നമുക്ക് മിറ്റടിക്കണം. വണ്ടിയിലെ കാർപോർച്ചും കഴുകണം. അപ്പോൾ അതാ മിറ്റൊക്കെ അടിച്ച് കാർപോർച്ചയും കഴുകിയപ്പോൾ നല്ല മഴയായിട്ടോ. കാർപോർച്ചൊക്കെ അങ്ങനെ കഴുകി
മുറ്റൊക്കെ അടിച്ച് ത്തേക്ക് നല്ല മഴ പെയ്തു. നിഹാൽ എണിച്ചിട്ടില്ല കേട്ടോ. നിഹാൽ എന്ന് വെച്ചാൽ നിച്ചു. അവൻ്റെ ശരിക്കും പേര് മുഹമ്മദ് നിഹാൽ എന്നാണ്. നിച്ചു എന്ന് വിളിക്കണതാട്ടോ. ഇനി പോയി കുളിച്ചിട്ട് വേണം അവനെ വിളിക്കാൻ. അപ്പോൾ അതാ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നിച്ചു എണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാട്ടോ. മഴയാണ്. മിച്ചുവിന് ഇനി പല്ല് വയ്ക്കാനുള്ള ബ്രഷൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ചായ വയ്ക്കാം. ഞാൻ ചായ വച്ചില്ല കേട്ടോ. നമുക്ക് ചായ വയ്ക്കാം കേട്ടോ. ചായ വെച്ചിട്ട് അവനക്ക് കൊണ്ടുപോകാനുള്ള മീൻ വറുത്തു. ഇതാ അത് കഴിഞ്ഞിട്ട് അവനെ പോയി കുളിപ്പിച്ചു കേട്ടോ. ഇതേ അവനക്ക് ചായ കൊടുക്കാൻ. മുട്ടയുടെ മഞ്ഞ തിന്നില്ല കേട്ടോ, വെള്ളേ തിന്നുള്ളൂ. ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ നിൽക്കണു. അവനക്കുള്ള ചായ നമുക്ക് ഇനി വാരി കൊടുക്കണം കേട്ടോ. തന്നെ തിന്നില്ല. ഇക്ക വാരി കൊടുത്തേനെ. ഇല്ലാത്തപ്പോൾ ഞാനാണ് വാരി കൊടുക്കണേ. വാരി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ അവനക്ക് ചായക്കും കൊടുത്ത് കഴിഞ്ഞതാ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം. ലഞ്ച് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം അവനെ യൂണിഫോം ഇടിച്ച് റെഡിയാക്കാൻ. പിന്നെ ചായ കുടിച്ചിട്ട് കാണാം. അച്ചുവിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ മീൻ വറുത്തതും പിന്നെ കൊഴുവ മീൻ അച്ചാറാണ് കേട്ടോ. കൊഴുവ മീൻ അച്ചാറിൻ്റെ റെസിപ്പി ഇന്നലത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ അതാ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിലേക്ക് വയ്ക്കാം. ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. അവനെ റെഡിയാക്കി ഞാനും റെഡിയായി. ഞാനതാ കൊണ്ടുപോയിടാൻ പോവാണ് കേട്ടോ. പിന്നെ യൂണിഫോമൊക്കെ ഇടിച്ചു ഇതായിരിക്കണു. നമുക്കവനെ കൊണ്ടുപോയിടാം. അപ്പോൾ അതാ ഞങ്ങളവനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കൈ പിടി വണ്ടി. അതാ നിച്ചൂസിൻ്റെ ബസ് വന്നിട്ടുണ്ടേ. അവിടെ പിള്ളേർ കയറാനുണ്ട്. അവിടെ കയറി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ നിച്ചുക്കുട്ടൻ ഇതവിടെ പോകാൻ റെഡിയായി. ബസ് നോക്കി നിൽക്കണം. അതാ ബസ് വന്നിട്ടുണ്ട്. ബസ് കയറ്റി വിട്ടിട്ട് കാണാം കേട്ടോ. അതാ നിച്ചുക്കുട്ടൻ പോയി. വീട്ടിലേക്ക് പോകാം. അപ്പോൾ ചായ കുടിക്കാനുള്ള പുട്ടൊക്കെ എടുത്തു. നമുക്ക് ഇങ്ങോട്ട് കൂടെ നോക്കാം. അപ്പോൾ അതാ ചായ രാവിലെ ഗ്ലാസ് കുടിച്ചാണ്. പിന്നെ ചായ കുടിക്കില്ല കേട്ടോ. പിന്നെ അതാ വെള്ളമാണ് കുടിക്കണത്. തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. ഇനിയിപ്പോൾ അതാ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ചായ കുടിക്കട്ടെ. ചായ കുടിയും കഴിഞ്ഞ് അതേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബെഡൊക്കെ വിരിച്ചിട്ടു. ബെഡൊക്കെ വിരിച്ചിട്ടു. അങ്ങനെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞു. ഇനി ഒന്ന് അടിച്ചേരി കളയണം, അത്രേ ഉള്ളൂ. പെരയടിക്കണം. എനിക്കെല്ലാം ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉണ്ടോ, എല്ലാം വിരിച്ച് സെറ്റാക്കി. ആവാൻ പോയി കഴിഞ്ഞപ്പോൾ ആ ബെഡും സെറ്റാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.